കൊല്ലത്ത് പോലീസിനെതിരെ പരാതി നൽകിയ ദളിത് യുവാവിന് കേസ് പിൻവലിക്കാൻ പണം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് പോലീസ്. കേസിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ട് പണം വാഗ്ദാനം ചെയ്തുവെന്നാണ് ചടയമംഗലം സ്വദേശി സുരേഷ് ആരോപിക്കുന്നത്. ആളുമാറി പോലീസ് മർദ്ദിച്ചെന്നാണ് പരാതി. 2024 കാട്ടാക്കട CA ആയിരുന്ന മനോജിനെതിരെയാണ് പരാതി. തിരുവനന്തപുരത്ത് യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു എന്ന കേസിലാണ് സുരേഷിനെ പിടികൂടിയത്. ആളുമാറിയതറിഞ്ഞതോടെ പോലീസ് വഴിയിലിറക്കി വിട്ടുവെന്നും സുരേഷ് പറഞ്ഞു. സുരേഷിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. ആവശ്യത്തിന് ദ്രോഹിച്ച് അവർ ചെയ്യാനുള്ള രീതി മൊത്തം തന്നെ ചെയ്തിട്ട് അവർ തന്നെ ഇവിടുന്ന് അവിടെ കൊണ്ടുപോയി ചടയങ്കലത്ത് നിന്ന് നിലമേ കൊണ്ടുവന്ന് ഇറക്കി ഫോട്ടോ എടുത്ത് കാട്ടാക്കട അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് ഞാനല്ലെന്നും പറഞ്ഞുകൊണ്ട് ഇമാരെ കൊണ്ടുവന്ന് എന്നെ പാരാത്രി കൊണ്ടുവന്ന് വഴി കളഞ്ഞിട്ട് പോയി. ആവശ്യത്തിനുള്ള ഞാൻ കൊണ്ടുപോയ വഴിക്ക് ആവശ്യത്തിന് ഇടിച്ച് പോലീസുകാർ 3 പേര് കുറേ ഇരുന്ന 3 പേര് എന്നെ ആവശ്യത്തിന് ഇടിച്ച് ഇതൊക്കെ ചെയ്ത് ഇമാർ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് പിന്നെ ഞാൻ മുഖ്യമന്ത്രിക്ക് ഈ കേരളത്തിലുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരെ മുന്നിലും പോയി ഇതിനു വേണ്ടി കേസ് കൊടുത്ത് എല്ലായിടത്തും നമുക്ക് ഒരിടത്തുനിന്ന് ഒരു നീതി SCC കമ്മീഷൻ എല്ലാം നമുക്ക് വകുപ്പ് തലത്തിൽ എല്ലായിടത്തും മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പോയി കേസ് കൊടുത്തിട്ട് ചടയമംഗലം പോലീസ് സ്റ്റേഷൻ തൊട്ട് മുഖ്യമന്ത്രിക്ക് വരെ പോയിട്ട് വരെ ഇവർ യാതൊരു നീതിയില്ല. നമുക്ക് വിവരാശം ചോദിച്ചിട്ട് അതും തരുന്നില്ല കോടതി കൊടുക്കാറില്ല. ഒരേ കേസിന് ഒരേ വകുപ്പിനെ എന്നെ വിളിക്കുമ്പോഴത്തേക്കും മനോജ് SI വിളിച്ച് പറയും എമാർ ഇവിടെ വന്ന് കിടന്ന് ഭീഷണിപ്പെടുത്തവും എന്നെ ഇത് കരാസ് ചെയ്യാക്കൊക്കെയാണ്. മനോജ് എപ്പോഴും കണ്ടായിരുന്നു. മനോജ് കേസ് ഇവിടെ വെച്ച് നെയ്യാറ്റിൻകര SP ഓഫീസിൽ വെച്ച് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. SP ഓഫീസിൽ ചെല്ലാൻ തന്നപ്പോഴത്തേക്ക് പറഞ്ഞു അവൻ നിരപരാധിയാണ്, എന്നെ കേസ് പിൻവലിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ അവിടെ വെച്ച് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു. ഓക്കെ, ഇതാണ് സംഭവം. അപ്പോൾ ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദിലീപ് ദേവസ്യ, ഇതിൽ ഒത്തുതീർപ്പിന് പോലീസ് ശ്രമിച്ചു എന്നാണ് പറയുന്നത്. മറ്റേതെങ്കിലും ശബ്ദരേഖകളോ അങ്ങനെ എന്തെങ്കിലും തെളിവുകളോ നമ്മുടെ കയ്യിലുണ്ടോ? ഇതൊരു ആരോപണമാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ദിലീപ്? ഡോക്ടർ അരുൺകുമാർ, ചടയമംഗലത്തെ ഒരു സാധാരണ കുടുംബമാണ് ഈ സുരേഷും ഭാര്യയും മക്കളും കഴിയുന്നത്. ഈ സുരേഷിനെതിരെ ഇതുവരെ ഈ ദിവസം വരെ ഒരു കേസും ഉണ്ടായിരുന്നില്ല. പക്ഷേ 2024 ഓഗസ്റ്റ് മാസത്തിലാണ് തിരുവനന്തപുരത്തുള്ള ഒരാളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഗുണ്ടകൾ ആദ്യം വീട്ടിലേക്ക് എത്തുന്നു. ഗുണ്ടകൾ വീട്ടിലെത്തി അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും പിന്നീടാണ് കാട്ടാക്കട CI മനോജ് ആ വീട്ടിൽ കയറി വരുന്നത്. അപ്പോഴേക്കും നാട്ടുകാരെല്ലാവരും തന്നെ ആ വീടിന് പരിസരത്തേക്ക് എത്തുകയും അവിടെ ഇതുവരെ കാണാത്തത് കാണുമ്പോൾ നാട്ടുകാരെല്ലാവരും എത്തുകയും ചെയ്തു. ഈ സമയം ഈ മനോജ് സുരേഷ് തിരുവനന്തപുരത്ത് കേസിലെ പ്രതിയാണെന്ന് പറഞ്ഞുകൊണ്ട് അടിക്കുകയും ഇത് തടയാനെത്തിയ ഭാര്യയുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും ചെയ്തു. ഒപ്പം പിന്നീട് ഇവരെ മർദ്ദിച്ചുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഈ സുരേഷിന്റെ ഫോട്ടോ മനോജ് കാട്ടാക്കടയിലുള്ള പരാതിക്കാരന് അയച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഇതാളല്ല എന്ന് പറയലും അവിടെ ഇറക്കി വിട്ടു. ആ നിലമേലിൽ ഇറക്കി വിടുകയും ചെയ്തു. മാപ്പും പറഞ്ഞു, സോറി പറഞ്ഞുകൊണ്ട് ഇറക്കി വിടുകയും ചെയ്തു. പക്ഷേ ഈ നാട്ടുകാരുടെ മുന്നിൽ അപമാനിതനായ സുരേഷും ഭാര്യയും പിന്നീട് നിയമ പോരാട്ടം തുടങ്ങുകയും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി സെല്ലിലേക്കും ഒപ്പം തന്നെ SST കമ്മീഷനും അവസാനം മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല. ഇതിനിടയിൽ കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മനോജും ഒപ്പം വീട്ടിൽ കയറി വന്ന ഗുണ്ടകളും പണം വാഗ്ദാനം നൽകുകയും ഒപ്പം തന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇന്നലെ നമ്മൾ വാർത്ത എടുക്കാൻ പോയപ്പോൾ പോലും ആ കയറി വന്ന ആളുകൾ എത്തുകയും എന്താണ് എന്ന ചോദ്യങ്ങളടക്കം ഉണ്ടാക്കുകയും ചെയ്തു. സുരേഷ് ഭയന്ന് കഴിയുകയാണ്. ഈ കേസിൽ തനിക്ക് നീതി ലഭിക്കണമെന്നും താൻ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഈ നാട്ടുകാരുടെ മുന്നിൽ തൻ്റെ ഭാര്യയുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറിയ പോലീസുകാരനും തന്നെ കള്ളനാക്കിയ ആളുകൾക്കിടയിലും നീതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരിക്കുന്നത്. നീതി ലഭിക്കുന്നത് വരെ പോരാട്ടം തുടരുമെന്നും സുരേഷും പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ അരുൺകുമാർ, താങ്ക് യു. ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.